മുഖ്യമന്ത്രിക്കെതിരെയുള്ള പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് പത്തനംതിട്ടയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരുതൽ തടങ്കലിൽ 10 പ്രവർത്തകരെയാണ് പോലീസ് കരുതൽ തടങ്കലിൽ എടുത്തിരിക്കുന്നത്. പ്രവീൺ പുരുഷോത്തമൻ വിവരങ്ങളുമായി. പ്രവീൺ, ഇപ്പോൾ എല്ലായിടത്തും പ്രതിഷേധം ഉണ്ടാകുമെന്നുള്ള സൂചനകൾ നൽകി കഴിഞ്ഞിട്ടുണ്ട്. ഇന്നലെ ഉണ്ടായ അനിഷ്ട സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ പ്രതിഷേധത്തിനും സാധ്യതയുണ്ട്. എത്ര പേരെയാണ്, ആരൊക്കെയാണ് ഇപ്പോൾ കരുതൽ തടങ്കലിലാക്കിയിരിക്കുന്നത്? സ്മൃതി, മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും പങ്കെടുക്കുന്ന നവകേരള സദസ്സ് പരിപാടി പത്തനംതിട്ട ജില്ലയിൽ ഇന്നലെ തന്നെ പ്രവേശിച്ചിരുന്നു. ഇന്ന് 4 മണ്ഡലങ്ങളിൽ നവകേരള സദസ്സ് പരിപാടി നടക്കാൻ പോവുകയാണ്. ഇപ്പോൾ പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയത്തിൽ നവകേരള സദസ്സിന്റെ പ്രാരംഭ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം മുഖ്യമന്ത്രി പിണറായി വിജയൻ പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയത്തിലെ പ്രത്യേക വേദിയിലേക്ക് എത്തിച്ചേരും. ഇതിന് മുന്നോടിയായാണ് ഈ വേദിയിൽ നിന്നും കേവലം 1.5 കിലോമീറ്റർ മാത്രം മാറി പത്തനംതിട്ട ബസ് സ്റ്റാൻഡിൽ പരിസരത്ത് നിന്നും 10ഓളം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് ഇപ്പോൾ കരുതൽ തടങ്കലിലാക്കിയിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി നഹാസ് പത്തനംതിട്ട ഉൾപ്പെടെ 10ഓളം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയാണ് പത്തനംതിട്ട KSRTC സ്റ്റാൻഡ് പരിസരത്ത് നിന്നും പത്തനംതിട്ട പോലീസ് ഇപ്പോൾ പിടികൂടി അവരെ പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഇവർ കഴിഞ്ഞ ദിവസങ്ങളിൽ ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് ഹെൽപ്പ് ഡെസ്ക് അവിടെ പ്രവർത്തിച്ചിരുന്നു. അതിൻ്റെ പ്രവർത്തനവുമായാണ് തങ്ങൾ വന്നതെന്നാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോലീസിനെ അറിയിച്ചത്. എന്നാൽ പോലീസ് ബസ് എത്തിച്ച് ഇവരെ ബലം പ്രയോഗിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് വാഹനത്തിലേക്ക് കയറ്റി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ഏതായാലും ഇപ്പോൾ 10 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. ഇവരെ കരിങ്കൽ തടങ്കലിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇന്ന് 4 മണ്ഡലങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും പങ്കെടുക്കുന്ന നവകേരള സദസ്സ് പരിപാടി നടക്കുകയാണ്. ഇന്നലെ തിരുവല്ലയിൽ നവകേരള സദസ്സ് പരിപാടി നടക്കുമ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാണിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ തിരുവല്ലയിൽ ഇന്നലെ അത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായില്ല. ഇന്ന് 4 മണ്ഡലങ്ങളിൽ നവകേരള സദസ്സ് പരിപാടി നടക്കുമ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാണിക്കും എന്നാണ് നേരത്തെ അവർ വ്യക്തമാക്കിയിരുന്നത്. അതിൻ്റെ ഒരുക്കങ്ങളും അവർ നടത്തിയിരുന്നു. ഇതിനിടെയാണ് ഇപ്പോൾ രാവിലെ പത്തനംതിട്ട KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ഇപ്പോൾ 10ഓളം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് കരുതൽ തടങ്കലിൽ ആക്കിയിരിക്കുന്നത്. പ്രവീൺ പുരുഷോത്തമനാണ് വിവരങ്ങൾ നൽകിയത്.